ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ പറ്റിയാണ്. ഞാൻ ജിൻസി അഗസ്റ്റിൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് ഫ്രം ഗവൺമെൻറ് ITI ഫോർ വുമൻ കോഴിക്കോട്. നമുക്ക് ഡിഫറെൻറ്റ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. അപ്പോൾ പല സമയത്തും ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തായാലും ആൾക്കാർക്ക് ഷോക്ക് അടിച്ചിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് എന്തെങ്കിലും പ്രത്യേക സ്മെല്ലോ അല്ലെങ്കിൽ സിക്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ പറ്റിയിട്ട് ആൾക്കാർ ചിലപ്പം വീഴാം, അൺകോൺഷ്യസ് ആയിപ്പോയി അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയുണ്ടാകാം. അങ്ങനെയുള്ളൊരു സമയത്ത് അവർക്ക് ഈ ശ്വാസം എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പല രീതികളിൽ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന മെത്തേഡ്സിനെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ശ്വാസം കൊടുക്കുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മീൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ മെത്തേഡ്സ് നോക്കാം. ഒന്ന് ഹോൾജൻ നെൽസൺ മെത്തേഡ്, ഷഫേസ് മെത്തേഡ്, മൗത്ത് ടു മൗത്ത് മെത്തേഡ്, മൗത്ത് ടു നോസ് മെത്തേഡ്. ഇങ്ങനെ 4 മെത്തേഡ്സാണ് കോമൺ ആയിട്ടുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹോൾജൻ നെൽസൺ മെത്തേഡ്, അല്ലെങ്കിൽ സിംപ്ലി നെൽസൺ മെത്തേഡ് എന്ന് മാത്രമായാലും പറയും. ആ നെൽസൺ മെത്തേഡിന് വേറൊരു പേരും കൂടിയുണ്ട്, ആം ലിഫ്റ്റ് ബാക്ക് പ്രഷർ മെത്തേഡ്. ആ പേരിൻ്റെ അകത്തുണ്ട് സ്റ്റെപ്പ് എന്താണ് നടക്കുന്നതെന്ന്. ആം ലിഫ്റ്റ് കൈപൊക്കുക, ബാക്കിൽ പ്രഷർ കൊടുക്കുക മെത്തേഡ്. അപ്പം ആം ലിഫ്റ്റ് ബാക്ക് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് മനസ്സിലാകും? ബാക്കിൽ പ്രഷർ കൊടുക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ചെസ്റ്റ് വാളിനോ അബ്ഡോമനോ, അതായത് വയറിൻ്റെ ഭാഗത്തോ എന്തെങ്കിലും ഇഞ്ചുറി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് കൊടുക്കില്ല. നെൽസൺ മെത്തേഡിൽ അല്ലെങ്കിൽ ഹോൾജൻ നെൽസൺ മെത്തേഡിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കില്ല. ആർക്ക്? ചെസ്റ്റിനോ അബ്ഡോമനോ എന്തെങ്കിലും ഇഞ്ചുറി ഉള്ള ആൾക്കാർക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. പ്രൊസീജിയർ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നല്ല ടൈറ്റായിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോത്ത് ഒന്ന് ലൂസാക്കി കൊടുക്കാം. അതെന്തിനാണ്? അങ്ങനെ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സിനെ മാറ്റി അയാൾക്ക് ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെയുള്ളത് എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ്, വായിലൊക്കെ എന്തെങ്കിലും കൃത്രിമ പല്ലോ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി കൊടുക്കും. എന്നിട്ട് വായ തുറന്ന് നോക്കാം. പിന്നെയുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ തിരിച്ച് കിടത്തുക. എന്നിട്ട് കൈ രണ്ടും ഫോൾഡ് ചെയ്ത് ഒരു കൈപ്പത്തി ഒന്നിൻ്റെ മുകളിൽ ഒന്നാക്കി വെച്ച് അയാളുടെ ചീക്ക് അതിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കിടത്തുക. അത് കഴിഞ്ഞിട്ട് ഈ ആരാണോ ഒരാൾ ശ്വാസം കൊടുക്കാൻ വേണ്ടി വേണമല്ലോ, അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടക്കി വെച്ചിരിക്കുന്ന കൈയുടെ സൈഡിൽ നിന്നിട്ട് മുട്ട് മടക്കി നിൽക്കുക. ഇതാണ് പ്ലേസ് വേണ്ടത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബാക്കിൽ, ഈ കിടക്കുന്ന ആളുടെ ആർക്കാണോ ശ്വാസം കൊടുക്കേണ്ടത് അയാളുടെ ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആംബിറ്റിൻ്റെ നേരെയായിട്ട് ചെസ്റ്റിൻ്റെ ഭാഗത്ത് 2 കൈയും വിരലുകൾ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ, പുറത്തേക്കാകുന്ന രീതിയിൽ തമ്മിൽ ടച്ച് ചെയ്യാതെ, ദെൻ അങ്ങനെ രണ്ട് കൈകളും തമ്മിൽ ടച്ച് ചെയ്യുക, വിരൽ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ വെക്കുക. അതിൻ്റെ ഒരു പിക്ചർ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഈ രീതിയിൽ. അപ്പം കിടക്കുന്നത് കണ്ടില്ലേ? ഒരു കൈ മടക്കി വെച്ചിട്ടാണുള്ളത്. അങ്ങനെ ചീക്ക് അതിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യുന്ന രീതി കിടക്കുന്നു. ശ്വാസം കൊടുക്കുന്ന ആൾ അവിടെ മുട്ടയിൽ അങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്നു. എന്നിട്ട് കൈ വെച്ചിരിക്കുന്നത് കണ്ടോ, ആംബിറ്റിൻ്റെ നേരെ ഏകദേശം ഇതായിട്ട് ആ ചെസ്റ്റിൻ്റെ പോർഷനിൽ വന്ന് നിൽക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗ്രത്തിൽ കാണുന്നിരിക്കുന്ന പോലെ തന്നെ പതുക്കെ ചെറിയതായിട്ടൊന്ന് ഈ കൊടുക്കുന്ന ആളുടെ കൈ വെർട്ടിക്കൽ പൊസിഷനിലാകുന്ന രീതിയിൽ അയാളുടെ ബാക്കിൽ കൈ വെച്ച് ജസ്റ്റ് ചെറിയതായിട്ടൊന്ന് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ എന്ത് വേണം? ആ ശ്വാസം സാധാരണഗതിയിൽ ശ്വാസം എടുക്കുക, ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? നമ്മൾ പുറത്തുനിന്നുള്ള വായു അകത്തേക്ക് വലിച്ചു കയറ്റുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശ്വാസകോശത്തിലുള്ളത് പുറത്തേക്ക് കളയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അൺകോൺഷ്യസ് ആയി കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ശ്വാസം പുറത്തേക്ക് എടുക്കാനോ അകത്തേക്ക് എടുക്കാനോ പറ്റത്തില്ല. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രഷറിൻ്റെ ഇത് കൊണ്ട് വേണം ആ ലങ്സിന് ആ പ്രഷർ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ലങ്സിലുള്ള വായു പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ ആ സമയത്ത് അകത്തേക്ക് കയറും കൂടി ചെയ്യും. പുറത്തേക്ക് പോകുന്ന ഒരു ഇതിൽ തന്നെ അകത്തേക്ക് തിരിച്ചെടുക്കുന്ന സമയത്ത് പ്രഷർ റിലീസ് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്നുള്ള എയർ അയാൾക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഇവിടെ കാര്യം. ആ ഒരു മെത്തേഡാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ
ഇതിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അയാളുടെ കൈ, ഈ മടക്കി വെച്ചിരിക്കുന്ന കൈ ഉണ്ടല്ലോ, കൈ രണ്ടും പതുക്കെ മുന്നോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അങ്ങനെ ഈ ഒരു കാര്യം ഒരു ഒരു മിനിറ്റിൽ ഒരു 12 ടൈംസ് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. മെത്തേഡ് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ആം ലിഫ്റ്റ് ബാക്ക് പ്രഷർ മെത്തേഡ് എന്നതിന് പേര് വരാൻ കാര്യം. ആം ലിഫ്റ്റ് ചെയ്യുക, ബാക്കിൽ പ്രഷർ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഈ സൈക്കിള്, അതായത് മൊത്തത്തിലുള്ള സൈക്കിൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അതാണ് ഹോൾജൻ നെൽസൺ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം. അത് ഷഫേഴ്സ് മെത്തേഡാണ്. ഫസ്റ്റ് അത് എൻ്റെ സ്റ്റെപ്പ് വരുന്നത്, ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. ലൂസ് അണ്ടർ ക്ലോത്ത് ആൻഡ് റിമൂവ് എനി ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ഈസ് ദെയർ. എന്നിട്ട് വായ പതുക്കെ തുറന്നു വെക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്നല്ല ഈ ഒരു കൈ മുന്നിൽ നിന്നില്ലേ വന്നത്, അതിന് പകരം ഏകദേശം കുറച്ചും കൂടെ താഴെയായിട്ട് അബ്ഡോമിൻ്റെ ഭാഗത്താണ് ഈ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ്, അയാളുടെ തിക്സിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മുട്ടിൽ നിൽക്കുന്നത്. എന്നിട്ട് ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ തന്നെ കൈ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രഷർ അപ്ലൈ ചെയ്യുക, പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ വെയിറ്റ് ചെറുതായിട്ട് അവിടെ അങ്ങോട്ട് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രഷറിലാണ് എയർ പുറത്തേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു 12 പ്രാവശ്യം ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഹോൾജൻ. അടുത്ത മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ് ആണ് മൗത്ത് ടു മൗത്ത് മെത്തേഡും മൗത്ത് ടു നോസ് മെത്തേഡും. നമ്മൾ മൗത്ത് ടു മൗത്ത് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് പൊസിഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിക്ടിമിനെ, അതായത് ആർക്കാണ് ശ്വാസം കൊടുക്കേണ്ടത് അയാളെ വളരെ നല്ല സ്ട്രെയിറ്റായിട്ട് കിടത്തുക. അതിനുശേഷം അയാളുടെ മുകളിലേക്ക് തുറന്നിരിക്കാൻ പാകത്തിനായിട്ട് ഷോൾഡറിൻ്റെ ബാക്കിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. പില്ലോയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് റോൾ ചെയ്ത് അങ്ങനെ വായ മുകളിലോട്ടാകുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അയാളുടെ താടി മുകളിലേക്കാകുന്ന രീതിയിൽ തന്നെ, കാരണം ശ്വാസം കൃത്യമായി ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊസിഷൻ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മളുടെ ശ്വാസം വായ കൊണ്ട് തന്നെ ശ്വാസം അയാളുടെ വായിലേക്ക് ഊതി കൊടുക്കുക. പിന്നെ അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട് മൗത്ത് ടു മൗത്ത് മെത്തേഡ്. അടുത്തത് മൗത്ത് ടു നോസ് മെത്തേഡാണ്. മൗത്ത് ടു നോസ് മെത്തേഡിനെ പറ്റി നമുക്ക് ആ പേര് പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ അമ്മമാരൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ ഈ ചെറിയ കുട്ടികളല്ലേ, അവർക്ക് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. മൗത്ത് ടു നോസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വായിലുള്ള ശ്വാസം അയാളെ പൊസിഷൻ ചെയ്യേണ്ടതൊക്കെ മൗത്ത് ടു മൗത്ത് മെത്തേഡിൽ ഉള്ള പോലെ തന്നെ. എന്നിട്ട് വായിലേക്ക് ശ്വാസം ഊതി കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യും, നോസിലേക്കായിരിക്കും ശ്വാസം ഊതി കൊടുക്കുന്നത്. അതാണുള്ള ഡിഫറൻസ് വരുന്നത്. ഈ 4 മെത്തേഡ്സ് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇനി കുറച്ച് എമർജൻസി നമ്പേഴ്സാണ്. പോലീസ് സ്റ്റേഷൻ നമുക്ക് അറിയാം, ആംബുലൻസിൻ്റെ നമ്പർ പോലീസ് സ്റ്റേഷൻ 100, ആംബുലൻസ് 108, ഫയർ സ്റ്റേഷൻ 101, അങ്ങനെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സാണ്. ഈ മെത്തേഡ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.